ശ്രീകുട്ടി ഞാൻ പറഞ്ഞ മെഡിസിൻ എടുത്തു വെച്ചാൽ ഇല്ല മാഡം, ഇപ്പോൾ എടുത്തു തരാം. മാഡം ഒരു ഡൗട്ട്, ഞാൻ ഇന്നലെ കുറച്ച് പൈനാപ്പിൾ കഴിച്ചു. പ്രഗ്നൻസിയിൽ പൈനാപ്പിൾ കഴിക്കരുതെന്നല്ലേ, എന്തെങ്കിലും പ്രശ്നമാകുമോ? എടാ, ഈ പപ്പായയും പൈനാപ്പിളും ഒന്നും പ്രഗ്നൻസി കഴിക്കരുതെന്ന് ഞാനൊരു ടെക്സ്റ്റ് ബുക്കിലും പഠിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ്, ഞങ്ങൾക്ക് സിലബസ് പോലെ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസിലൊന്നും തന്നെ പപ്പായ കഴിച്ചാലോ പൈനാപ്പിൾ കഴിച്ചാലോ അബോഷൻ ആവുമെന്ന് എങ്ങോട്ട് പറയുന്നുമില്ല. പിന്നെ പ്രഗ്നൻസിയിൽ പപ്പായ അല്ലെ പൈനാപ്പിൾ കഴിച്ചാൽ അബോഷൻ ആവുമെങ്കിൽ ഇവിടെ അബോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പേഷ്യൻസിന് ഈ റാക്ക് നിറച്ച് നമ്മൾ പപ്പായയും പൈനാപ്പിളും സ്റ്റോക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് 2 കിലോ എടുത്ത് കൊടുത്താൽ പോരെ? അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. സോ പപ്പായക്കകത്ത് പപ്പൈൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്, പൈനാപ്പിളിനകത്ത് ഗൊമാലിൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഇത് രണ്ടും പ്രോട്ടിയോലൈറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള എൻസൈംസ് ആണ്. പച്ചയ്ക്ക് കഴിച്ചാൽ ഇത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്ന് അവിടെ ഇവിടെയൊക്കെ ചില സ്റ്റഡീസിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമ്മളത് പച്ചയ്ക്കെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നില്ല. പച്ച പപ്പായ ആണെങ്കിൽ പോലും നമ്മൾ തോരൻ വെച്ചിട്ടാണ് കഴിക്കാറ്. പഴുത്ത പപ്പായയോ പഴുത്ത പൈനാപ്പിളോ കഴിച്ചതുകൊണ്ട് ഇന്നേ വരെ ആർക്കും